SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. അതേ പത്രിക തള്ളിയിരിക്കുകയാണ്. അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ എവിഡൻ്റ് ആണ്. കാര്യം ആദ്യം തന്നെ വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എൻ്റെ മാത്രമാണ് ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത്. വേറെ ആരുടെയും അങ്ങനെ ഒരു ഇതെടുത്തില്ല. മാത്രമല്ല ബൈലോയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഇതാണ് ബൈലോ പ്രകാരം 23ാമത്തെ പോയിന്റ് പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ പേരിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ എലിജിബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിൾ ആണെന്നുണ്ട്. അത് പ്രകാരം എല്ലാ എലിജിബിലിറ്റിയും ഉള്ള ഒരു ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണ് ഉണ്ടായത്. അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരികയാണ് ഇവർ ചെയ്യേണ്ടത്. അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനൊരു ഭരണാധികാരിയെ, ഇതൊരു അനധികൃതമായ അപ്പോയിൻമെൻ്റ് ആണ് ഈ ഭരണാധികാരിയുടെ പോലും. അത് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇത് തീർത്തും മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടതാണ്. അവിടെ അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളുടെ ശ്രീ സിയാദ് ഖോക്കറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായിസവും നിങ്ങൾ കണ്ടതാണ്. അപ്പം ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. 2 സ്ത്രീകളാണ് ഞങ്ങളൊരു നോമിനേഷൻ അവരുടെ കീ പോസ്റ്റിലേക്ക് കൊടുത്തതിന് ഞാനിവിടെ 2 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് കേരളത്തിലെ ഒരു മലയാളികൾക്കും പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ സിനിമകൾ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെ 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ 9 സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായ എൻ്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷൻ്റെ രജിസ്റ്റേർഡ് ആണ് എൻ്റെ എല്ലാ സിനിമകളും. എന്നിട്ട് പോലും അതൊന്ന് കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് തീർത്തും വേദനാജനകമാണ്. മാത്രമല്ല എന്നോടുള്ളൊരു അനീതിയാണ് ഈ കാണിക്കുന്നത്. മറ്റുള്ള ആരെങ്കിലും തടസ്സവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ റിട്ടേണിംഗ് ഓഫീസർ തന്നെ ആ ഒരു വിഷയം ഓണാക്കുന്നതാണ് കണ്ടത്. അതെ, അങ്ങനെ അതിന്റെ അർത്ഥം റിട്ടേണിംഗ് ഓഫീസർ അവരുടെ ആളാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണല്ലോ അതിൽ നിന്ന്. മറ്റാരും പറയുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് എലിജിബിലിറ്റി ഇല്ല. അദ്ദേഹം കാണാൻ പോലും നിന്നില്ല. വേറൊരാളുടെയും ഇത്രയും നോമിനേഷൻസ് അവിടെ നോക്കിയിട്ട് എൻ്റെ മാത്രമാണ് പേപ്പേഴ്സ് എല്ലാം എടുപ്പിച്ചത്. അതിൽ എനിക്ക് മാത്രമാണ് സംശയമുണ്ടോ എന്ന് ചോദിച്ചത്. വേറെ ആർക്കും അങ്ങനെ ഒരു ഇതാണ്. അതിൻ്റെ അർത്ഥം തന്നെ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നുള്ള കാര്യമാണല്ലോ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് അത് ചോദിച്ചത്. തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടും. കാര്യം ഇതൊരു അനീതിയാണ്. ഇവിടെ കോടതി നിയമമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ. ഇങ്ങനെയൊരു അനീതിക്ക് ഇവർക്കത് ഈ അസോസിയേഷനിൽ വർഷങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ട് പോരുന്ന കാര്യങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നത് ഇപ്പോഴാണ്. എക്സിക്യൂട്ടീവിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രസിഡന്റായിട്ട് തന്നെ മത്സരിക്കാനാണ് എൻ്റെ തീരുമാനം. പ്രസിഡന്റായിട്ട് അവരെന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിക്കട്ടെ, അല്ലാതെ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. രാകേഷിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിച്ചു തരട്ടെ. അത് അല്ലാതെ ഇങ്ങനെ അവരുടെ ഒരാളെ വെച്ച്, ഭരണാധികാരിയെ വെച്ച് ഒരു നിഷ്പക്ഷനല്ല എന്നതിന് കൃത്യമായ തെളിവാണല്ലോ 25 വർഷമായി ഒരാൾ ഇരിക്കുന്നത് തന്നെ. പിന്നെ നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനെ ഒരു ഭരണാധികാരിയെ വെക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കോടതിയെ സമീപിച്ച് ചെയ്യുമ്പോൾ അതിനൊരു കാലതാമസം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കെങ്കിലും അതിനൊരു സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. അതിലേക്ക് ഉറച്ചു നിൽക്കുന്നുണ്ട്. ഉണ്ട്. എന്തായാലും ഈ അസോസിയേഷനിൽ കയറുക എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ മത്സരിച്ച് തന്നെ കയറും. മത്സരിച്ച് അത് എല്ലാവരും അറിയേണ്ടതാണ്. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തമായിട്ട് കുറച്ചു പേരുടെ ഒരു കോക്കസിനകത്താണ് മലയാള സിനിമ മൊത്തം ഇരിക്കുന്നത്. ആ കോക്കസ് ഇവിടെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വിറ്റ്നസ് ചെയ്തത്. എന്താണ് ഇവിടെ കണ്ടത്? ഇപ്പൊ സുരേഷ് കുമാറും സിയാദ് ഖോക്കറും അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഗുണ്ടായിസവും ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടാണ്. ഇതാണ് മറ്റുള്ള എല്ലാ നിർമ്മാതാക്കളോടും ചെയ്യുന്നത്. ഇവിടെ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോലും ആരെയും സമ്മതിക്കാറില്ല.
എങ്ങനെ ഇതിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാമെന്നായിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും ഇവിടെ എനിക്ക് വേറെ വഴിയില്ലല്ലോ. എനിക്ക് കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമല്ലേ വഴിയുള്ളൂ. കാരണം ഇവിടെ ഒരു റിട്ടേണിംഗ് ഓഫീസറെ വെച്ചേക്കുന്നത് പോലും അവർ തന്നെ വെച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് അവിടെ നീതി കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ നീതി കിട്ടാത്തടത്ത് എനിക്ക് കോടതിയെ സമീപിക്കാനേ വഴിയുള്ളൂ. പിന്നെ ഇലക്ഷൻ പ്രോസസ്സ് ഓൾറെഡി സ്റ്റാർട്ട് ആയതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. എല്ലാം ഇനി കോടതിയുടെ ഒരു 100% മെറിറ്റ് ഉള്ള ഒരു കേസാണ് എൻ്റെത്. ഞാൻ സിനിമകൾ ചെയ്തിട്ടുള്ളതാണെന്ന് ഇവിടെയുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ 3-ൽ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. എൻ്റെ പേരിൽ 9 സിനിമകളോളം സെൻസർ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണ്. അപ്പം നമ്മുടെ ബൈലോ പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും, ഞാനിപ്പോൾ ഒരു റെഗുലർ മെമ്പറാണ്, ഏതൊരു റെഗുലർ മെമ്പറിനും 3 സെൻസർ സർട്ടിഫിക്കറ്റ് അവരുടെ പേരിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ മത്സരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും 2 സിനിമയാണ് അംഗീകരിക്കുന്നത്. സന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഇറങ്ങിയ 2 സിനിമകൾ മാത്രമാണ് രേഖാമൂലം ഇവിടെ ഉള്ളത് എന്നാണ് അവർ പറയുന്നത്, ഭരണാധികാരി പറയുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ ആണ് എനിക്ക് തന്നിരിക്കുന്നത്. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം അത് ഇവർ അംഗീകരിക്കാതിരുന്നതുകൊണ്ട് അതൊന്നും മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ എന്റെ അല്ലാതാവുന്നില്ലല്ലോ. ആട് എന്ന് പറയുന്ന സിനിമ എന്റെ അല്ലാതാവുന്നില്ലല്ലോ. വിജയബാബു വാങ്ങി എന്നാണ് ഒരിക്കലും സെൻസർ സർട്ടിഫിക്കറ്റ് എഴുതിയ ആളുടെ ഞാൻ ഇനി ആ ആളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയാണെന്ന് പറഞ്ഞ് എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. സെൻസർ സർട്ടിഫിക്കറ്റ് ഒരു ഒറിജിനൽ സിനിമ ആരുടെ പേരിലാണോ അത് അവരുടെ പേരിൽ തന്നെയാണ്. പിന്നീട് ആർക്കും മാറ്റാൻ പറ്റില്ല. അതെ, മെമ്പർഷിപ്പിന് വേണ്ടി ബാനറാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത്. കാര്യം ഒരു സിനിമ ചെയ്ത ആളെ നേരത്തെ നിങ്ങൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചു കാണും. ഭരണാധികാരി പറഞ്ഞു ഒരു സിനിമ ചെയ്ത ആൾക്ക് ഇവിടെ അസോസിയേഷനിൽ മെമ്പർ ആവാം. പക്ഷേ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിട്ടും എന്നെ മെമ്പർ ആക്കിയില്ല. അതുപോലെ തന്നെ ഒരുപാട് നിർമ്മാതാക്കളെ ഇവിടെ മെമ്പേഴ്സ് ആക്കിയിട്ടില്ല. അവർ പറയുന്ന റീസൺ 2 സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ മെമ്പർ ആവാൻ പറ്റുള്ളൂ എന്നാണ്. 2 സിനിമകൾ ചെയ്തതിന് ശേഷം 2 സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ മെമ്പർ ആയേക്കുന്നത്. അത് പ്രകാരം ഞാൻ റെഗുലർ മെമ്പർ ആണ്. ഒരു റെഗുലർ മെമ്പറിന് അവർ ചിലപ്പോൾ അവരുടെ സെൻസർ സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തോളണമെന്നില്ലല്ലോ. ഒരാളുടെ സൗകര്യമല്ല ഇവിടെ എത്ര സെൻസർ, അവർക്ക് മെമ്പർഷിപ്പിന് മാത്രമാണ് 2 സെൻസർ സർട്ടിഫിക്കറ്റ് ഇവർ പറയുന്നുള്ളൂ. പിന്നെ ഇവിടെ ബാക്കിയുള്ള സിനിമകളുടെ എല്ലാം സെൻസർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മത്സരിക്കാം. 2 സിനിമകൾ ചെയ്തല്ല, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ റെഗുലർ മെമ്പർ ആയിരിക്കണം. അവർക്ക് 3 സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് ഒരേ ഫേമിന്റെ തന്നെ ആയിരിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ പെൻഷൻ മേടിക്കുന്നത് എല്ലാം പലരും പല ബാനറുകളിൽ നിന്നാണ്. അപ്പം മാത്രമല്ല ഇതിനു മുമ്പുള്ള ഇലക്ഷനുകളിലും പലരും പല ബാനറുകളിൽ നിന്നാണ് മത്സരിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രാവശ്യം മാത്രമാണ് ഇങ്ങനൊരു ഡ്രാമ ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ എന്റെ പോലെ തന്നെ 2 ബാനറിൽ സിനിമ ചെയ്തതാണ് വിശാഖ് സുബ്രഹ്മണ്യം. വിശാഖിന്റെ 2 ബാനറിൽ 2 സിനിമകളാണ് ചെയ്തേക്കുന്നത്. വിശാഖിന്റെ അവർ അക്സെപ്റ്റ് ചെയ്തു, എന്റെ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തില്ല? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ്. വിശാഖിന്റെ ജോയിന്റ് സെക്രട്ടറി പോസ്റ്റിലേക്കാണ് കീ പോസ്റ്റിലേക്കാണ് എടുത്തേക്കുന്നത്. 2 സിനിമകളുടെ ബാനറിൽ 2 സിനിമകൾ വെച്ചിട്ടാണ് വിശാഖ് ചെയ്തിരിക്കുന്നത്. വിശാഖ് ചെയ്തതും വിശാഖിന്റെ എന്റെയും ഒരേ കേസാണ്. എന്നിട്ട് പോലും വിശാഖിനെ അക്സെപ്റ്റ് ചെയ്യും, എന്നെ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം വിശാഖ് ഇപ്പോഴും അതിന്റെ ആ കമ്പനി തുടരുന്നുണ്ട്, ആ കമ്പനിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതെ. പക്ഷെ ആ സിനിമകളെല്ലാം ചെയ്യുമ്പോൾ ഞാൻ തന്നെയായിരുന്നു ആ സിനിമയുടെ മാനേജിംഗ് പാർട്ട്ണർ, ആ ഫേമിന്റെ മാനേജിംഗ് പാർട്ട്ണർ. എന്ന് വെച്ചാൽ ഞാൻ ഫേമിൽ നിന്ന് മാറിയത് കൊണ്ട് ആ സിനിമകൾ ഇല്ലാതാവുന്നില്ലല്ലോ. ആ സിനിമകളൊന്നും ഒരു ചാനലുകളും വിഡ്രോ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അന്നത്തെ പാർട്ട്ണറായിരുന്ന വിജയബാബു ഉൾപ്പെടെയുള്ളവർ അവർക്കൊരു കത്ത് ഇവിടെ നൽകാൻ കഴിയില്ലേ? ഇവര് ചോദിച്ചിരുന്നല്ലോ, വിജയബാബു കൊടുത്തില്ലല്ലോ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.